ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. പാർട്ട് 6 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ വെബ്സൈറ്റിലേക്ക് ഒരു പോസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഈ കാണുന്ന ഡാഷ്ബോർഡും അതിൻ്റെ കൂടെയുള്ള ഓപ്ഷനുകളും ഒക്കെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കിനി ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പോസ്റ്റിൽ നിങ്ങൾ കർസർ കൊണ്ടുവരുമ്പോൾ തന്നെ ഓൾ പോസ്റ്റ്, ആഡ്, ന്യൂ, കാറ്റഗറി, ടാഗ്, അങ്ങനെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു പോസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഓൾ പോസ്റ്റ് എടുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വെബ്സൈറ്റിലേക്ക് 2 പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ പുതുതായിട്ടുണ്ടാക്കുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് കാണാൻ സാധിക്കത്തില്ല. എന്തായാലും ഞാനിവിടെ ആഡ് ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പുതിയൊരു പോസ്റ്റ് ഇവിടെ നിന്നും അയക്കാനായിട്ട് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റിൽ കാണുന്ന ഈ ഭാഗത്താണ് അതിൻ്റെ ഹെഡിങ് കൊടുക്കുന്നത്. അതിനുശേഷം താഴെ കാണുന്ന ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം, അതേപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് അതിന് മുകളിലായിട്ട് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് മീഡിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്നുമാണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്കൊരു പോസ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ എന്താണ് ചെയ്യുക, MI Max എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ MI Max എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നും ആഡ് മീഡിയ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആഡ് മീഡിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. മീഡിയ ലൈബ്രറിയിലേക്ക്, അതായത് വേർഡ്പ്രസിൻ്റെ മീഡിയ ലൈബ്രറിയിലേക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ആവും. അതിനുശേഷം ഇവിടെ നിന്നും ഇൻസേർട്ട് ഇൻടു പോസ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഫോട്ടോയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് കുറേ ഓപ്ഷനുകൾ വരുന്നത് കാണാൻ സാധിക്കും. ഇതിൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ MI Max എന്ന് തന്നെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം അപ്ഡേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഫോട്ടോയുടെ താഴ്ഭാഗത്തായിട്ട് MI Max എന്ന് എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ഈ ഫോട്ടോ നിങ്ങളുടെ പോസ്റ്റിൽ വരേണ്ടത് അത് നിങ്ങൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് തന്നെ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. നോക്കുക, ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ചു. അതിനുശേഷം ഇത് ഏറ്റവും മുകളിലായിട്ട് വയ്ക്കുകയാണ്. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് വെറുതെ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇതിനു മുമ്പ് കോപ്പി ചെയ്ത അതേ കാര്യം തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് പ്രൈവസി പോളിസിയിൽ പോയിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് നമുക്ക് കോപ്പി ചെയ്യാം. ഞാനിവിടെ നിന്ന് ഇത് കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതൊന്ന് കോപ്പി ചെയ്ത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. നോക്കുക, ഇതിപ്പോൾ ഇവിടെ പേസ്റ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഈ അക്ഷരങ്ങൾ നിങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു കോളം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ പാരഗ്രാഫ് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോക്കുക, ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ സാധിക്കും. പല ഫോണ്ടുകൾ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നോക്കുക, ഇതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ജസ്റ്റിഫൈ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. നോക്കുക, ഇതെല്ലാം ഒരേപോലെ വളരെ മനോഹരമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, അതിനുശേഷം വീണ്ടും ഇതിൻ്റെ അലൈൻമെൻറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊസിഷൻസ് ഒക്കെ മാറ്റണമെങ്കിൽ ഈ മുകളിൽ കാണുന്ന സെൻറ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇതിപ്പോൾ സെൻറ്ററിലായിട്ടുണ്ട്. റൈറ്റ് സൈഡ് വേണമെങ്കിൽ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാം. അതേപോലെ ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സിൽ വേണമെങ്കിൽ ഇറ്റാലിക്സിലാക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇത് കൊണ്ടുവരണം അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അണ്ടർലൈൻ വേണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാൻ സാധിക്കും. നോക്കുക, ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇനി നമുക്ക് ഇവിടെ ഫോട്ടോ ആയിട്ടുണ്ട്. ഫോട്ടോ നിങ്ങൾക്ക് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ സാധിക്കും. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നോക്കുക, ഇവിടെ ഇത്രയും ഭാഗം ഇവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം താഴെയായിട്ട് അതിൻ്റെ ബാക്കി ഭാഗം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളത് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനത് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റ് സൈഡിലായിട്ട് ഓൾ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഓൾ കാറ്റഗറിയിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി ഇവിടെ കാണാം. ആൻഡ്രോയിഡ്,
കമ്പ്യൂട്ടർ, ഹൗ ടു റിവ്യൂ, അങ്ങനെ കുറേ കാറ്റഗറി ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി തന്നെയാണ്. ഇതിൽ ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങളിത്, ഇവിടെ നിന്ന് നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്കാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്? ഞാനിവിടെ ഇപ്പോൾ ഏത് കാറ്റഗറിയാണ് അൺബോക്സിങ് റിവ്യൂ എന്നുള്ളതിൽ അൺബോക്സിങ്, നമ്മൾ റിവ്യൂ എന്നുള്ളതിൽ ഒരു സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൽ അൺബോക്സിങ് ഞാൻ സെലക്ട് ചെയ്തു. മറ്റ് കാറ്റഗറി ഒന്നും ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം മുകളിലായിട്ട് ഇവിടെ പബ്ലിഷ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്യാം നമ്മളുടെ ഹോം പേജ് റീഫ്രഷ് ചെയ്തതിന് ശേഷം റിവ്യൂവിൽ അൺബോക്സിങ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നോക്കുക, നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് വന്നിരിക്കുന്നത് റിവ്യൂ എന്ന് പറയുന്ന ആ സെക്ഷനിൽ അൺബോക്സിങ് എന്ന് പറയുന്ന ആ ഒരു സബ് കാറ്റഗറിയിലാണ് നമ്മളത് സെലക്ട് ചെയ്തത്. നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഞാൻ നോക്കുക, അൺബോക്സിങ് മാറ്റി നമുക്കിപ്പോൾ എന്താണ് ചെയ്യുക, ആൻഡ്രോയിഡ് എന്നുള്ള ഈ ഒരു കാറ്റഗറിയിലാണ് വരേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചെക്ക് ചെയ്യുക. വീണ്ടും നമ്മുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ എവിടേക്കാണ് കൊണ്ടുവന്നത്? ആൻഡ്രോയിഡ്. ഞാൻ ആൻഡ്രോയിഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, കാറ്റഗറി ആൻഡ്രോയിഡിലേക്ക് ഇതിപ്പോൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത് വളരെ ചെറിയൊരു കാര്യമായിരുന്നു. പോസ്റ്റ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണിച്ചത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.